കേരളത്തിലെ ലത്തീൻ സമുദായത്തിന്റെ ഉറച്ച ശബ്ദം. സമുദായം നേരിടുന്ന വിവിധങ്ങളായ വിഷയങ്ങളിൽ ധീരതയോടെ നിലപാടെടുക്കുന്ന ഇടയ ശ്രേഷ്ഠൻ. മലബാറിന്റെ മനം കവർന്ന കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട ഇടയൻ. KRLCC KRLCBC അധ്യക്ഷനും കോഴിക്കോട് രൂപതാധ്യക്ഷനും ഒപ്പം തന്നെ KCBC കരിസ്മാറ്റിക് കമ്മീഷൻ ചെയർമാനുമായ അഭിമന്യ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. പിതാവെ, ഒത്തിരി സ്നേഹത്തോടെ അങ്ങ് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിതാവിനെ സംബന്ധിച്ചിടത്തോളം പിതാവുമായി പരിചയപ്പെടുന്ന ഏതൊരു വ്യക്തിയും ഓർത്തിരിക്കുന്ന പിതാവിൻ്റെ ഒരു വാചകമാണ് സുഖമാണോ എന്നൊരു വാചകം. പലപ്പോഴും പിതാവ് പരിചയപ്പെടുന്ന എല്ലാവരുടെയും തന്നെ പേര് പിതാവിന് ഓർത്തിരിക്കാൻ സാധിക്കുന്നു. പിതാവ് മെത്രാഭിഷേകത്തിന്റെ രജത ജൂബിലി ആഘോഷിച്ചു, പൗരോഹിത്യത്തിന്റെ 45ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിലൊക്കെ പിതാവെ വിശ്വാസി സമൂഹവുമായി ഒരു ആഴത്തിലുള്ള ഒരു വ്യക്തിബന്ധം പിതാവിനെ എങ്ങനെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കും? ജോർജ് പറഞ്ഞതുപോലെ ഞാൻ ബിഷപ്പായിട്ട് 26 കൊല്ലങ്ങളായി. ഈ ഫെബ്രുവരി മാസം 7-ാം തീയതിയാണ് 26 വർഷങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടത്. ഈ വർഷങ്ങളിലൊക്കെ നോക്കുമ്പോൾ നമ്മുടെ വിശ്വാസമൂഹവുമായിട്ട് നല്ല ബന്ധം പുലർത്താനായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. അത് നമ്മുടെ കോഴിക്കോടുള്ള സമൂഹം മാത്രമല്ല, കേരളത്തിലെ പുറത്തുമുള്ള എല്ലാവരും നല്ല ബന്ധം പുലർത്താൻ ഞാൻ നോക്കിയിട്ടുണ്ട്. പലപ്പോഴും അവർക്ക് വേണ്ടി കുർബാനയെല്ലാം പോയിട്ടുണ്ട്, പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്, ധ്യാനം കൊടുക്കാൻ പോയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും വൈദികർക്ക്, അൽമായർക്ക് അങ്ങനെ ധ്യാനം കൊടുക്കാറുണ്ട്. മറ്റു രാജ്യങ്ങളിലും പോയി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ എപ്പോഴും നല്ല വിശ്വാസ സമൂഹവുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഉത്തമമായിട്ടുള്ള വിശ്വാസം. ഇതിനൊക്കെ എനർജി എവിടെ നിന്ന് കിട്ടുന്നത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ദൈവത്തിൻ്റെ കൃപയാണ്. ഞാൻ അതിൽ വിശ്വസിക്കുന്നു. എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ വിശുദ്ധ കുർബാനയുടെ വലിയൊരു ഭക്തനായിരുന്നു. കുട്ടിക്കാലം മുതൽ അമ്മയപ്പനും പള്ളിയിലേക്ക് പോവും, അവരുടെ കൂടെ ഞാനും പോവും, അല്ലെങ്കിൽ അവർ പിന്നാലെ പോവും. അപ്പോൾ കുർബാന എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു കൃപയായിരുന്നു. ഞാൻ ഇന്നും എല്ലായിടത്തും പറയുന്നത് ഈ കുർബാനയുടെ, ഞാൻ ചെറുപ്പത്തിൽ കണ്ട കുർബാനയുടെ ഫലമായിട്ടാണ് ഞാൻ ഇന്ന് ഇത്രയും വരെ ആയത് എന്ന്. അപ്പോൾ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു. പിന്നെ എല്ലാവരോടും ഇങ്ങനെ പറയാൻ, പെരുമാറാൻ. പിന്നെ ജോർജ് ചോദിച്ചതുപോലെ സുഖമാണോ, അത് ഞാൻ പലപ്പോഴും പലരോടും ചോദിക്കാറുണ്ട്. എൻ്റെ ഒരു ബംഗാളി നോവലിസ്റ്റ് അദ്ദേഹത്തിന് നോവലിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. നോവലിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ വളരെ മുമ്പ് വായിച്ചതാണ്. അപ്പോൾ ആ മനുഷ്യൻ സൈക്കിളിൽ ഇങ്ങനെ പോകും. സൈക്കിളിൽ പോകുന്ന അവസരത്തിൽ അദ്ദേഹം കാണുന്നവരോടൊക്കെ ചോദിക്കും, എന്താ സുഖമാണോ എന്ന് ചോദിക്കും. അപ്പം അവരും പറയും സുഖമാണെന്ന് പറയും. അങ്ങനെ അതിന് മറുപടിയായിട്ട് ഈ മനുഷ്യൻ പറയുന്നതാണ്, സുഖമായിരിക്കണം, നിങ്ങൾക്ക് സുഖമുണ്ടെങ്കിലേ ദൈവത്തിനും സുഖമുള്ളൂ. അതായത് മനുഷ്യർക്ക് സുഖമുണ്ടെങ്കിലേ ദൈവത്തിനും സുഖമുള്ളൂ എന്നുള്ളതാണ്. അത് വളരെ വലിയൊരു കാഴ്ചപ്പാടാണ്. വിശുദ്ധ ഐറേനിയസ് പറഞ്ഞത് എങ്ങനെയാണ്? ദ ഗ്ലോറി ഓഫ് ഗോഡ് ഈസ് മാൻ ഫുള്ളി അലൈവ്. ദൈവത്തിന് മഹത്വം അടങ്ങിയിരിക്കുന്നത് മനുഷ്യനായിട്ടിരിക്കുമ്പോഴാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റൈൽ എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ പലരോടും ചോദിക്കും, എന്താ സുഖമാണോ, എന്തുണ്ട് വിശേഷം. അതെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചോദ്യത്തിലൂടെ വി മേക്ക് റിലേഷൻഷിപ്പ്. വെറുതെ നമ്മൾ ചിരിച്ചുകൊണ്ട് പോവുകയല്ല, ആ ചിരി എന്ന് പറയുന്നത് കുറച്ചും കൂടെ ആഴത്തിലേക്ക് പോകുന്നതാവുകയാണ്. അപ്പം അത് വളരെ എല്ലാവർക്കും അവലംബിക്കാത്ത ഒരു മാർഗമാണ്. അത് എപ്പോഴും ചോദിക്കുന്നത്, ഇംഗ്ലീഷുകാരാണെങ്കിൽ എപ്പോഴും ഹൗ ആർ യു എന്ന് ചോദിക്കും, അല്ലേ? നമ്മളങ്ങനെ ചോദിക്കൽ കുറവാണ്. പക്ഷെ എന്നാലും ആ ചോദിച്ച് തുടങ്ങുന്നത് നല്ലതാണ്. എന്താ സുഖമല്ലേ, എന്തൊക്കെയുണ്ട് വിഷയം. ഇതും ഓർത്തിരിക്കുക. എപ്പോഴും ആളുകൾ ഓർക്കേണ്ടത്, നിങ്ങൾക്ക് സുഖമുണ്ടെങ്കിൽ ദൈവത്തിനും സുഖമുള്ളൂ. അതാണ് പിതാവ് പറഞ്ഞതുപോലെ പിതാവിന്റെ ഒരു വ്യക്തിത്വ രൂപീകരണത്തിൽ കുടുംബത്തിൽ നിന്ന് ലഭിച്ച ഒരു പരിശീലനം വളരെയധികം ഒരു നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. പിതാവ് പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, പിതാവിന്റെ അമ്മയാണ് പിതാവിന്റെ ആദ്യത്തെ ഒരു യൂണിവേഴ്സിറ്റി എന്ന്. അതിനുള്ളൊരു കാരണം എന്താ പിതാവ്? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ വളരെ ഭക്തയായ ഒരു സ്ത്രീയായിരുന്നു. അപ്പനും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടുപേരും
പള്ളിയിൽ രാവിലെ എഴുന്നേറ്റ് പോകും. പിന്നെ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു 5:30 മണിയൊക്കെ ആകുമ്പോൾ അവർ എഴുന്നേറ്റിട്ട് ഈ സകല വിശുദ്ധന്മാരിൽ ലിറ്റനി ഉണ്ടല്ലോ, അതൊക്കെ ചൊല്ലും. പിന്നെ സകല ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പം ഞങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പ്രാർത്ഥനാ മുറിയിൽ കൊണ്ടുവരും. അവിടെ ഇരിക്കും ഞങ്ങളൊക്കെ. പക്ഷെ മിക്കവരും ഞങ്ങളൊക്കെ കിടക്കല പതിവ്. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി അപ്പനും അമ്മയും ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പം എൻ്റെ രൂപീകരണത്തിൽ എൻ്റെ മാതാപിതാക്കൾക്ക് വലിയൊരു പങ്കുണ്ട്. പ്രത്യേകിച്ച് അമ്മയ്ക്ക്. അമ്മ ചെറുപ്പം മുതലേ കഥകൾ പറഞ്ഞു തരുമായിരുന്നു, ഈശോയെ പറ്റി പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ പിന്നെ കാറ്റഗീസൊക്കെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരുമായിരുന്നു. അമ്മ അതിനകത്തൊക്കെ വളരെ പ്രാവീണ്യമുള്ളൊരു വ്യക്തിയായിരുന്നു. അതുപോലെ പ്രാർത്ഥിക്കാനറിയാം, പ്രാർത്ഥിപ്പിക്കാനറിയാം, അതൊക്കെ. അപ്പം അമ്മ ഒരു വലിയ മോഡലാണ്. അമ്മ വലിയ മോഡലാണ്. അതായത് അമ്മ, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അമ്മ പറഞ്ഞ ഒരു കഥ. കൂടുതൽ സമയം എടുക്കുമെന്ന് എനിക്കറിയില്ല. അമ്മ, ഞാനൊരു അൾത്താരബാലനാകാൻ എന്നെ ഒരു ദിവസം വികാരിച്ചൻ വിളിച്ചിട്ട് പറഞ്ഞു, നീ അൾത്താരബാലനാകണം. എന്നിട്ട് വികാരിച്ചൻ തന്നെ എന്നെ വിളിച്ചുകൊണ്ട് വന്ന് വെക്കേഷൻ കാലത്ത് ഈ അൾത്താരബാലനാകേണ്ട പ്രാർത്ഥനകളൊക്കെ പഠിപ്പിച്ചു. എന്നെ പഠിപ്പിച്ച ലത്തീൻ പ്രാർത്ഥനകളായിരുന്നു അത്. മലയാളത്തിൽ എഴുതി തന്നിട്ട് ഞാൻ അതൊക്കെ പഠിച്ചു. ഇതെല്ലാം പഠിച്ചു എല്ലാമായി കുർബാനയ്ക്ക് കൂടേണ്ട ദിവസമായി. അതിന് തലേ രാത്രി അമ്മ കുറേ നേരം എന്നെ വിളിച്ചിരുത്തി ഉപദേശങ്ങൾ തന്നു, പ്രാർത്ഥിച്ചു. എങ്ങനെ മോൻ അവിടെ അൾത്താരയിൽ എങ്ങനെ ആയിരിക്കണം, ആ സ്ഥലം എങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു. എന്നിട്ട് അമ്മ ഒരു സംഭവം എന്നോട് പറഞ്ഞു. ഒരിക്കലൊരു ഗ്രാമം, ആ ഗ്രാമത്തിലൊരു പള്ളിയുണ്ട്. ആളുകളൊന്നും അധികമൊന്നും പള്ളിയിൽ പോകില്ല. ഒരു പ്രത്യേക ടൈപ്പ് ആളുകളാണ്. അപ്പോൾ ഒരു അച്ഛൻ അവിടെ വന്നു. അപ്പോൾ ഈ അച്ഛൻ്റെ കുർബാനയ്ക്ക് കൂടാനായിട്ട് അവിടെ ഉണ്ടായിരുന്നൊരു കുട്ടി എപ്പോഴും പോകുമായിരുന്നു. അവനങ്ങനെ പോയി. അവൻ അവിടെ ചെന്ന് കുർബാനയ്ക്ക് എല്ലാ ദിവസവും കൂടുമായിരുന്നു. പക്ഷേ ഒരിക്കലും അവനൊരു പനി പിടിച്ചു. അന്നൊക്കെ പനി പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മരിക്കും. അവൻ മരിച്ചുപോയി. അച്ഛന് ഭയങ്കര സങ്കടമായി. പിറ്റേ ദിവസം രാവിലെ അച്ഛൻ കാസയും പിലാസയും ഒക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ അൾത്താരയിലേക്ക് കയറി പോവുകയാണ്. അൾത്താരയിലേക്ക് കയറി പോകുന്ന അവസരത്തിൽ അച്ഛനെ വലിയൊരു പട്ടി വന്ന് തടയുകയാണ്. വലിയ പട്ടി. എന്നിട്ട് അപ്പം അച്ഛൻ ചോദിച്ചു, നീ ആരാണ്, എന്താ കാര്യം? പട്ടി പോ എന്നൊക്കെ പറഞ്ഞു. ആദ്യം പട്ടി പോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അച്ഛന് മനസ്സിലായി ഇത് സാധാരണ പട്ടിയല്ല. അപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പലതും പറഞ്ഞു. അവസാനം അച്ഛൻ ചോദിക്കുകയാണ്, നീ ആരാണ്, പറയുക എന്നോട്. അപ്പൊ പറഞ്ഞു, അച്ഛനിപ്പോൾ എനിക്ക് വേണ്ടി കുർബാന ചൊല്ലാൻ പോയല്ലേ, എനിക്ക് വേണ്ടി കുർബാന ചൊല്ലണ്ട. ഞാൻ അച്ഛൻ്റെ അൾത്താര ബാലനായിരുന്നു, ഞാൻ നരകത്തിൽ പോയി. അതുകൊണ്ട് എനിക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയും ചൊല്ലണ്ട, ഒന്നും വേണ്ട. അപ്പൊ അച്ഛൻ ചോദിച്ചു, മോനെ നിനക്ക് എന്ത് പറ്റി, നീ എങ്ങനെ നരകത്തിൽ പോയി? അപ്പൊ അവൻ പറഞ്ഞു, ഞാനിവിടെ അച്ഛൻ്റെ കൂടെ കുർബാനയ്ക്ക് വിടുമായിരുന്നു. കുർബാന കഴിഞ്ഞിട്ട് പലപ്പോഴും പള്ളിയിൽ നിന്ന് പല സാധനങ്ങളും കട്ടെടുത്തുകൊണ്ട് പോവുമായിരുന്നു. പൈസ പോലും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഞാനിന്ന് നരകത്തിലാണ്. ഒന്ന് ഓർത്തു നോക്കൂ, ഞാനൊരു അൾത്താര ബാലനാകെ പോവുകയാണ്. എൻ്റെ ജീവിതത്തിൽ പിന്നെ അവിടുന്ന് എന്തെങ്കിലും ഞാൻ എടുക്കുമോ? എന്തെങ്കിലും എടുക്കാൻ എനിക്ക് പറ്റുമോ? അപ്പം അമ്മ ആ കഥ ഇന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ പലരും ചോദിക്കും, അമ്മ പറഞ്ഞ കഥ വളരെ ഇതായിപ്പോയി, അങ്ങനെ പറയാൻ പാടുണ്ടോ, ഇന്ന് സൈക്കോളജിക്കലി അതൊക്കെ അഫക്റ്റ് ചെയ്യില്ല എന്നൊക്കെ ചോദിക്കുമായിരിക്കും. പക്ഷെ അമ്മയുടെ ലക്ഷ്യം ഇതായിരുന്നു, മോൻ പള്ളിയിൽ പല സാധനങ്ങളും ഉണ്ടാവും, പക്ഷെ അതൊന്നും മോൻ എടുക്കരുത്. മോൻ അൾത്താര ബാലനാണ്, അച്ഛൻ്റെ കയ്യിൽ പലതും ഉണ്ടാവും, സാക്രീസിൽ പലതും ഉണ്ടാവും, പക്ഷെ ഒന്നും എടുത്തുകൊണ്ട് പോരരുത്. അത് എൻ്റെ മനസ്സിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ട സംഭവമാണ്. പക്ഷെ ഇന്നും അത് വളരെ ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുന്നത്. അപ്പോൾ ഈ നരകത്തിൽ പോകുന്നില്ലെങ്കിൽ അത് മോശമാണെന്നുള്ള ചിത്രം എനിക്ക് വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഞാൻ പറഞ്ഞത് ഇതൊരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അമ്മയുടെ ഒരു ഫോർമേഷൻ അങ്ങനെ ഉണ്ടായിരുന്നിട്ട്, പിന്നെ വീട്ടിൽ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഞങ്ങളെപ്പോഴും നല്ലൊരു കൂട്ടായ്മ, ഒരു സ്നേഹം, ഐക്യം ഒക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട്. അയൽക്കാരുമായിട്ട് അങ്ങനെ തന്നെയായിരുന്നു. എല്ലായിടത്തും നല്ല ഐക്യം, സ്നേഹമുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ
എൻ്റെ ചെറുപ്പത്തിൽ ഈ നമ്മൾ വണക്കമാസ പുസ്തകമില്ലേ, ആ, അത് മെയ് മാസത്തിലും മാർച്ച് മാസത്തിലും വണക്കമാസം വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ 2 മാസവും ഞാൻ ഈ വണക്കമാസ പുസ്തകം കൊണ്ട് 4-5 വീടുകളിൽ പോയി വണക്കമാസം വായിക്കുമായിരുന്നു. കാരണം അവിടെ വായിക്കാൻ പറ്റിയവരാരും ഉണ്ടായിരുന്നില്ല. അവർ മോനെ ഒന്ന് വായിച്ചാടാന്ന് പറയും. ഞാൻ വായിക്കും, ജപം ചൊല്ലി കൊടുക്കും, പിന്നെ ദൃഷ്ടാന്തം വായിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ അന്ന് മുതൽ ഇങ്ങനെ ഒരു ഫോർമേഷൻ കുടുംബത്തിലുള്ള ആളുകളുമായി മറ്റുള്ളവരുമൊക്കെ ആയിട്ട് നല്ലൊരു രൂപീകരണം എനിക്ക് ലഭിക്കുകയുണ്ടായി. നമ്മൾ എന്തായിരിക്കുന്നു അതൊക്കെ നമ്മുടെ കഴിവല്ല, ദൈവത്തിൻ്റെ കഴിവുണ്ട്, നമ്മുടെ കുടുംബത്തിലെ ആളുകളുടെ കഴിവുണ്ട്, നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളുടെ കഴിവ്. അപ്പം നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്നതൊക്കെ നമ്മുടെ ചുറ്റുപാടുകളാണ്. ചുറ്റുപാടുള്ള മനുഷ്യരുണ്ട് അല്ലേ, ആറ്റ്മോസ്ഫിയർ, അവിടെ സർക്കംസ്റ്റാൻസസ്, പരിസ്ഥിതികൾ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പിതാവ് പറഞ്ഞ പോലെ അമ്മയുടെ മാതാപിതാക്കളുടെ ഒരു നിഷ്കളങ്കമായിട്ടുള്ള വിശ്വാസം പിതാവിന്റെ സ്വഭാവ രൂപീകരണത്തിലും ഫോർമേഷനിലൊക്കെ വളരെ നിർണായകമായിട്ട് പങ്കുവഹിച്ചിട്ടുണ്ട്. പിതാവിന്റെ അപ്പച്ചന്റെ ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ പിതാവ്, ഞാൻ കേട്ടിട്ടുണ്ട് അപ്പച്ചന്റെ ആ ഒരു ആകസ്മികമായിട്ടുള്ളൊരു മരണം, ഞാൻ മനസ്സിലാക്കുന്ന 62-ാമത്തെ വയസ്സിലാണ് അപ്പച്ചൻ ഇതിലേക്ക് യാത്രയായത്. അത് ആ ഒരു ഘട്ടത്തിൽ പിതാവ് വളരെയധികം ഒരു മാനസികമായിട്ടുള്ളൊരു സംഘർഷം അല്ലെങ്കിൽ വലിയൊരു വിഷമത്തിലേക്ക് പിതാവ് പോയതായിട്ട് പിതാവ് പങ്കുവച്ചിട്ടുണ്ട്. അപ്പം എന്നിട്ട് കുറെ കാലം കഴിഞ്ഞപ്പോൾ ഒരു ആത്മീയ ഉൾക്കാഴ്ച പിതാവിന് അതിലൂടെ ലഭിക്കുകയുണ്ടായി. ആ ഒരു അനുഭവം ഒന്ന് പങ്കുവെക്കും. അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പന് യാതൊരു വിധത്തിൽ അസുഖങ്ങളും ഉണ്ടായിരുന്നിട്ടില്ല. അപ്പം വീട്ടിലെ പണിയെടുക്കും, രാവിലെ പള്ളിയിൽ പോകും, അങ്ങനെ ഓടി നടന്നിരുന്ന ഒരാളാണ്. അങ്ങനെ എനിക്ക് അപ്പന് അല്പം വയറ്റിൽ വേദന തോന്നി. അപ്പം അവിടെയുള്ളൊരു ഹോസ്പിറ്റലിൽ പോയി. ആ ഡോക്ടർ നല്ല ഡോക്ടറായിരുന്നു. ആ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഒന്ന് അങ്കമാലി ആസ്പത്രിയിൽ പോയിട്ടൊന്ന് ഡോക്ടറെ കാണിക്കും. അങ്ങനെ തന്നെ അപ്പൻ നിർബന്ധിച്ച കാരണം അപ്പനെയും കൊണ്ട് എൻ്റെ ബ്രദേഴ്സൊക്കെ കൊണ്ടുപോയി. അവിടെ ചെന്ന് അവർക്ക് എന്തോ സംശയം തോന്നി, ബയോപ്സിക്ക് അയച്ചു. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നു, ക്യാൻസറാണ്. മാത്രമല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല, വയറാകെ പോയി കിടക്കുകയാണെന്ന് പറഞ്ഞു. എന്നിട്ടും അപ്പന് ഒരു പെയിനും ഉണ്ടായിരുന്നിട്ടില്ല, ഒരു പെയിൻലെസ് ക്യാൻസർ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് എൻ്റെ ബ്രദേഴ്സും അതുപോലെ ബന്ധുക്കളൊക്കെ എന്ത് ചെയ്തു, അപ്പനെ അന്ന് അമല ഹോസ്പിറ്റൽ തുടങ്ങുന്ന കാലമാണ്, അതും ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടാണ് തുടങ്ങുന്നത്. ഞാൻ അപ്പനെ അമലയിലേക്ക് കൊണ്ടുപോയാണ്. അമലയിൽ ചെന്ന് അവർ എല്ലാം റിപ്പോർട്ടൊക്കെ വായിച്ചു, അവരൊക്കെ നോക്കി. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരോട് പറഞ്ഞു, അപ്പനോടും പറഞ്ഞു, ഇത് ക്യാൻസറാണ്, നിങ്ങൾ അധികം കാലം ജീവിക്കില്ല. അതൊക്കെ വളരെ ഓപ്പണായിട്ട് അങ്ങ് പറഞ്ഞു കൊടുത്തു. അതോടെ അപ്പോൾ ഷോക്കായിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അപ്പനൊരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് അത്. പിന്നെ അവര് കീമോതെറാപ്പി കൊടുത്തു. പിന്നെ അപ്പൻ അതിനകത്തുനിന്ന് ഒരിക്കലും അപ്പന് എഴുന്നേൽക്കാൻ പറ്റില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അപ്പം മരിക്കായിരുന്നു. അപ്പം ഞാനവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് ഈ ശവസംസ്കാരം നടക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഞാൻ അവിടെ എത്തുന്നത്. അപ്പം ഞാനൊന്ന് വൈദ്യനായിട്ട് 2-3 വർഷമായിട്ടുള്ളൂ. ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞിരുന്നു, കരയരുത്, കാരണം നമ്മൾ അച്ഛന്മാരൊക്കെ ഇങ്ങനെ കരഞ്ഞാൽ മോശമല്ലേ എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അത് ഞാൻ അവിടെ ചെന്നു. പക്ഷെ അപ്പൻ്റെ ആ കിടപ്പ് അത് എൻ്റെ ശരിക്കും പറഞ്ഞിട്ട് ഹൃദയത്തെ, മനസ്സിനെ, ആത്മാവിനെയൊക്കെ വല്ലാതെ ഉലച്ചു കളയാനുണ്ടായത്. കാരണം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ അപ്പനെ കണ്ടപ്പോൾ ചിരിച്ച് കളിച്ചൊക്കെ നടന്നിരുന്ന അപ്പൻ അവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അതോടുകൂടി ഞാൻ അപ്പൻ്റെ ശവശരീരത്തിലേക്ക് അങ്ങനെ വീഴുകയായിരുന്നു. അങ്ങനെ വീണ് ഞാൻ ഏന്തി കരഞ്ഞു. അതെ. എന്നിട്ട് പിന്നെ ആരോടൊക്കെ എന്നെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോയി അവിടെ ഇരുത്തി. അപ്പം എനിക്ക് ഇതിൻ്റെ ഫ്യൂണറലൊക്കെ കഴിഞ്ഞു വീട്ടിൽ വന്നു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, സങ്കടം, ദുഃഖം, പിന്നെ ദേഷ്യം. യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൻ ഇത്ര വേഗം എന്തുകൊണ്ട് വിളിച്ചുകൊണ്ട് പോയി എന്നുള്ള ചോദ്യമാണ്. അപ്പന് അത് തന്നെയില്ല, ഒരു നല്ല വാണിംഗ് പോലും തന്നില്ല. അപ്പം മരിക്കാൻ പോയെന്നുള്ളൊരു വാണിംഗ് പോലും തന്നില്ല. നമ്മൾ വിചാരിച്ചു മാറും എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വളരെ വിഷമിച്ച് 3-4 ദിവസം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു 4-5-ാം ദിവസം, അന്ന് ഫോണൊക്കെ വളരെ റെയറല്ലേ, അപ്പോൾ ലെറ്റർ വന്നത്. എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്കൊരു കത്തെഴുതി.
അനുശോചനം അറിയിച്ചുകൊണ്ടുള്ള കത്താണ്. അവസാനം ആ കൂട്ടുകാരൻ എഴുതിയിരുന്നൊരു വാചകമായിരുന്നു, എൻ്റെ പേര് വർഗീസ് എന്നാണല്ലോ, വർഗീസ്, വൈ ടു വീപ്, ഗാഡ് നെവർ കമ്മിറ്റ്സ് എ മിസ്റ്റേക്ക്. ഞാനതങ്ങ് വായിച്ചു കഴിഞ്ഞപ്പോൾ, ഇങ്ങനെ ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ദൈവാരൂപി പ്രവേശിക്കുകയായിരുന്നു. ഞാൻ വീണ്ടും വീണ്ടും അത് വായിച്ചു. വീണ്ടും വീണ്ടും വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ്, ഹൃദയമൊക്കെ പറയാൻ തുടങ്ങി, അതെ, അപ്പനെ ഇത്രയും 60 വയസ്സ് ഒക്കെ ആയിട്ട് വിളിച്ചുകൊണ്ട് പോയപ്പോൾ ദൈവത്തിന് തെറ്റ് പറ്റിയോ? എൻ്റെ മനസ്സ് പറഞ്ഞു, ദൈവത്തിന് ഒരിക്കലും തെറ്റ് പറ്റുന്നില്ല. ദൈവത്തിനൊരു പ്ലാനുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അപ്പോൾ ആ സമയം ഒരിക്കലും തെറ്റുപറ്റാത്ത ദൈവത്തിൻ്റെ കരങ്ങളിൽ എൻ്റെ അപ്പൻ്റെ ആത്മാവിനെ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. മാത്രമല്ല വീട്ടിലുള്ളവരോട് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രത്യേകമായിട്ട്. അവർക്കൊക്കെ ഒരു ആശ്വാസമായിരുന്നു. ഈ സംഭവം ഞാൻ പലയിടത്തും മരണ വീടുകളിലൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ ചില മരണങ്ങൾ ചെറുപ്പക്കാരും മരിക്കുന്നു, പെട്ടെന്ന് മരിക്കുന്നു, അങ്ങനെയൊക്കെ വളരെ ദുഃഖിച്ചിരിക്കുന്ന അവസരത്തിലൊക്കെ ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞിട്ടുണ്ട്. ആ അനുഭവം അവർക്കൊക്കെ വളരെ പ്രചോദനാത്മകമായിരുന്നിട്ട്. കാരണം അവരും പറയും അതെ, അപ്പം അവർ മനസ്സിൽ പറയും അതെ, ദൈവത്തിനൊരിക്കലും തെറ്റുപറ്റാറില്ല, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു പ്ലാനുണ്ട്, എല്ലാ കാര്യങ്ങളും ലോകവും മനുഷ്യനും എല്ലാം അങ്ങനെ പോകുന്നു എന്നുള്ള ആ കാഴ്ചപ്പാട് അന്ന്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ദർശനങ്ങളെ മാറ്റിമറിക്കാൻ സാധിച്ചതാണ് അപ്പൻ്റെ മരണം. വാസ്തവത്തിൽ ഞാൻ ദൈവശാസ്ത്രം പഠിച്ചു, തത്വശാസ്ത്രം പഠിച്ചു, ആധ്യാത്മികത പുസ്തകങ്ങൾ എത്രയോ വായിച്ചു, എത്രയോ ടോക്സ് കേട്ടു, എല്ലാം ഉണ്ടായിരുന്നെങ്കിലും അന്നത്തെ ആ ഒരു വാചകമാണ് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ കാരണമായത്. ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റാറില്ല. അപ്പം ഞാൻ എന്ത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും ഒരിക്കലും തെറ്റുപറ്റാത്ത എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാൻ അത് വെച്ചു കൊടുക്കും. അതാണ് എൻ്റെ പരിപാടി. അത് കാരണം ഞാൻ 26 വർഷമായി ഒരു മെത്രാനായിട്ട്. എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. ജനങ്ങളിൽ നിന്നോ വൈദികരിൽ നിന്നോ സിസ്റ്റേഴ്സിൽ നിന്നോ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് എൻ്റെ ശക്തിയാണ്, എൻ്റെ കഴിവാണെന്നൊന്നും ഞാൻ പറയില്ല. അത് അവരുടെ നല്ല മനസ്സ്. പക്ഷെ ദൈവാനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവം വിചാരിച്ചിട്ടുണ്ട് ഇവനധികം വിഷമമൊന്നും കൊടുക്കണ്ട, ഇവനെ നന്നായിട്ട് കൊണ്ടുപോകണം. അതിന് മറ്റുള്ളവരൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം എനിക്ക് തോന്നുന്നു ദൈവം എന്നെ പ്രത്യേകമായിട്ട് കാത്ത് പരിപാലിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവായിട്ട് ഞാനതിനെ കാണുകയാണ്. ഞാൻ വളരെ പോസിറ്റീവായിട്ട് തോന്നുന്നു. എപ്പോഴും എല്ലാ ദിവസവും പള്ളിയിൽ ചെല്ലുമ്പോൾ ദൈവത്തോട് ദൈവമേ നന്ദി. അത് ഞാനൊരിക്കലും ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ കോഴിക്കോട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു 2-3 പ്രശ്നങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ വന്നു. അത് നമ്മൾ കൊണ്ടല്ല, ചില പള്ളികളിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇവരൊക്കെ എനിക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് മനസ്സിൽ കുറച്ച് വിഷമം തോന്നി. ഒരു ദിവസം വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ് ഞാൻ പള്ളിയിൽ വന്നു. പള്ളിയിൽ വന്നിട്ട് കുർബാനയ്ക്കെടുത്ത് വെച്ചു. എന്നിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് എൻ്റെ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റർ കണ്ടു. പിറ്റേ ദിവസം എന്നേക്കാൾ മുമ്പേ അദ്ദേഹം വന്നിട്ട് കുർബാനയ്ക്കെടുത്ത് വയ്ക്കുമായിരുന്നു. അത് ഞങ്ങളവിടെ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിക്കും. ഇപ്പോൾ ഇങ്ങനെയാണ്, 6 മണിക്ക് കുർബാനയ്ക്ക് എഴുന്നള്ളിച്ച് വയ്ക്കും, 8 മണി വരെ അവിടെ എഴുന്നള്ളിച്ച് വെച്ചിരിക്കും. ആ സമയത്ത് നമ്മളൊക്കെ ഫ്രീ ഉള്ളവരൊക്കെ വന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ആ ശക്തി വിശ്വസത്തിലും എൻ്റെ രൂപതയിലും പുറത്തൊക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എനിക്കത് ഭയങ്കര ഊർജമാണത്, എനർജിയാണ്. ആ കുർബാനയുടെ മുമ്പിൽ കുറച്ച് നേരമെങ്കിലും ഇരിക്കുക, പ്രാർത്ഥിക്കുക. അപ്പം അത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അവലംബിക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ്. വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചൈതന്യം, നമുക്ക് കിട്ടുന്ന എനർജി, നമുക്ക് കിട്ടുന്ന ശക്തി, അത് വിവരിക്കാൻ തന്നെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ രൂപതയെ, എൻ്റെ രൂപതാംഗങ്ങളൊക്കെ ദൈവം വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എനിക്കൊന്നും പരാതി പറയാനൊന്നുമില്ല. പിതാവിൻ്റെ ഈ ജീവിതാനുഭവങ്ങൾ, പിതാവ് മെത്രാനായ ശേഷം പിതാവ് തിരഞ്ഞെടുത്ത ഒരു ആപ്തവാക്യം, ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ എന്നൊരു അർത്ഥമുള്ള ഒരു ആപ്തവാക്യം,
അത് ആ ഒരു സെലക്ഷനിലൊരു പങ്കുവച്ചിട്ടുണ്ടോ? പിതാവിന്റെ ജീവിതാനുഭവങ്ങൾ, ഇപ്പൊ പങ്കുവച്ച ജീവിതാനുഭവം. എൻ്റെ ജീവിതാനുഭവം ഇതുപോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പരിശുദ്ധ അമ്മ പറയുന്ന വാക്കുകളാണല്ലോ. അപ്പം ഞാൻ ഇതിന് ഒരു മോട്ടോ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ, ആപ്തവാക്യം തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് അതായിരുന്നു. അതായത് അക്കോർഡിംഗ് ലെറ്റ് ഇറ്റ് ബി ഡൺ അക്കോർഡിംഗ് ടു ദൈ വേർഡ്, അങ്ങയുടെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. അത് പിന്നീട് എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ പറയും, ലെറ്റ് ഇറ്റ് ബി ഡൺ, ലെറ്റ് ഇറ്റ് ബി ഡൺ, ലെറ്റ് ഇറ്റ് ബി ഡൺ, എല്ലാം അങ്ങനെ ആകട്ടെ, എല്ലാം അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചത്. പിതാവിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പിതാവിനെ ദൈവം ഇങ്ങനെ യാത്ര ചെയ്യിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ തൃശ്ശൂർ ജനിച്ചു, പിന്നീട് സെമിനാരി പഠന കാലയളവ്, പിന്നെ ബാംഗ്ലൂര്, റോമിലെ പഠനം, കണ്ണൂര്, കോഴിക്കോട്. അപ്പോൾ ദൈവം ഈ യാത്ര ചെയ്യിപ്പിച്ച ഈ ഒരു അനുഭവം, അതായത് ഓരോ ദേശത്തു നിന്ന് പിതാവിനെ ഇങ്ങനെ പറിച്ചു നടുകയായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് കണ്ണൂര്, കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്, ബാംഗ്ലൂർ കുറച്ച് നാൾ, റോമിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അനുഭവങ്ങള് പിതാവിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയപ്പോൾ അനുഭവിച്ച ദൈവ പരിപാലനയുടെ നിമിഷങ്ങളാ ഒന്ന് പങ്കുവെക്കുക. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം വഴി നടത്തിയ യാത്രകളായിരുന്നു. നമ്മൾ പറയാറുണ്ട് നമ്മളൊക്കെ യാത്രക്കാരാണെന്ന്. ആർപ്പപ്പ പറഞ്ഞു നടക്കുന്നത് നമ്മളെല്ലാം പ്രത്യാശയുടെ തീർത്ഥാടകരാണ്, പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്. വളരെ മനോഹരമായിട്ടുള്ളൊരു വാചകമാണ്. ജോർജ് പറഞ്ഞതുപോലെ എൻ്റെ ചെറുപ്പം മുതലേ ഞാനിങ്ങനെ യാത്രക്കാരനാണ്. ബൈബിളിൽ ഇതുപോലെ ലൂക്കായുടെ സുവിശേഷം യാത്രക്കാരുടെ സുവിശേഷം എന്ന് പറയുന്നത്. പരിശുദ്ധ അമ്മ യാത്ര ചെയ്യുന്നു, നല്ല സമരിക്കാരൻ യാത്ര ചെയ്യുന്നു, ഈശോ യാത്ര ചെയ്യുന്നു. ഇതൊക്കെ ഈ യാത്രകളൊക്കെ വിവരിച്ചിട്ടുള്ളൊരു സുവിശേഷമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. അവിടെ എല്ലാം ഇങ്ങനെ യാത്രക്കാരനായിട്ട് പോകുന്നു. ഇതുപോലെ ഞാനും അറിഞ്ഞോ അറിയാതെയോ ഒരു യാത്രക്കാരനാവുകയായിരുന്നു. തൃശ്ശൂർ ജനിച്ചു, പറഞ്ഞതുപോലെ തൃശ്ശൂരിൽ മാടവള്ളിപ്പുറത്ത് ജനിച്ചു. അവിടെ നിന്ന് ഞാൻ കോഴിക്കോട് രൂപതയിലായിരുന്നു പഠിക്കാൻ വേണ്ടി. മംഗലാപുരത്താണ് പഠിക്കുന്നത്, കോളേജും അതുപോലെ മറ്റെല്ലാ പഠനങ്ങളും അവിടെയാണ്. അവിടെ നിന്ന് ഞാൻ പിന്നെ വൈദികനായി വീണ്ടും കോഴിക്കോട് വന്നു. ഒരു 3-4 പള്ളികളിലൊക്കെ 2 മാസം, 2 കൊല്ലം, 6 മാസം ഇങ്ങനെയൊക്കെ ഇരുന്നു. അതിനുശേഷം ഞാൻ പഠിക്കാൻ പോന്നു. ആലുവയിലാണ് ഞാൻ പഠിച്ചത്, MTH. അത് കഴിഞ്ഞ ശേഷം വീണ്ടും എന്നെ ബിഷപ്പ് മാക്സ്വൽ നെറോണ പിതാവ് റോമിലേക്ക് അയച്ചു. ആ പഠനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ 1-2 പള്ളികളിൽ വീണ്ടും ഇരുന്നു, 3 മാസമൊക്കെ വെച്ച്. എന്നിട്ടാണ് ഞാൻ സെമിനാരിൽ പോകുന്നത്. സെമിനാരിൽ വെച്ചിട്ടാണ് ഞാൻ മെത്രാനാകുന്നത്. ഇവിടെയൊക്കെ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിൽ ഇവിടെയൊക്കെ ദൈവാനുഭവം, ഇതൊക്കെ വലിയ ദൈവാനുഭവമായിരുന്നു. എവിടെയൊക്കെ ചെന്നോ അവിടെയൊക്കെ ദൈവത്തിൻ്റെ കരങ്ങൾ, ശക്തമായ കരങ്ങൾ കാണാൻ സാധിച്ചു. അത് ദൈവം എന്നെ അനുഭവിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഈ കൂടെ ജീവിക്കുന്നവർ, ഞാൻ കണ്ടുമുട്ടുന്നവർ, എല്ലാവരും. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, ചിലപ്പോൾ ഒരു പ്രസംഗം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാഷ്വലായിട്ടൊക്കെ പറയുന്നതായിരിക്കും. അത് കഴിയുമ്പോൾ അവർ വന്നിട്ട് എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറയാതെ, ആദ്യം മുതൽ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് നമുക്കൊരു വളരെ എൻകറേജിങ് ആണ് അവരുടെ അപ്രീസിയേഷൻ. ഒരു കുർബാന ജില്ലയിൽ തന്നെ അവർ പറയും, പിതാവിൻ്റെ കുർബാനയിൽ പങ്കെടുത്തു, എനിക്ക് നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം ഇങ്ങനെ ഈ യാത്രയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യരെയാണ്. ആ മനുഷ്യരോട് കുശലം പറഞ്ഞ്, ആ മനുഷ്യരോട് കളിച്ച് ചിരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അത് ദൈവം നടത്തിയ വഴികളാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. എല്ലാ വഴികളും ദൈവം നടത്തിയതാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, എനിക്കിങ്ങനെ ദുഃഖിക്കാനോ വേദനിക്കാനോ ഉള്ള അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നിട്ടില്ല. ഇന്നേവരെ ഉണ്ടായിരുന്നില്ല, ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്നേവരെ ദൈവം എന്നെ കാത്ത് പരിപാലിച്ചിട്ടുണ്ട്. എല്ലാ യാത്രകളും സുഗമമാകുന്നതിന് ദൈവം മാലാഖമാരെ പറഞ്ഞിട്ടുണ്ട്. ദൈവം തന്നെ തൻ്റെ പുത്രനെ എൻ്റെ കൂടെ നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു അനുഭവത്തിലേക്ക് എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ. പിതാവിന്റെ പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം പിതാവ് ഉപരിപഠനത്തിനായി റോമിലേക്കൊക്കെ പോകുന്ന അവസരത്തിൽ ജനങ്ങളിങ്ങനെ പറയാറുണ്ടായിരുന്നു, വർഗീസ് അച്ഛൻ ഒരു മെത്രാൻ അച്ഛനാകാനുള്ള ഒരു പോക്കിലേക്കാണ് എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. പിതാവിന്റെ ആദ്യത്തെ ഒരു ദൗത്യം എന്ന് പറയുന്നത് കണ്ണൂർ രൂപതയുടെ ആദ്യത്തെ ഇടയനായിട്ടാണ് പിതാവിന് നിയമനം ലഭിച്ചത്. പക്ഷെ അത് വളരെ ഒരു ചലഞ്ചിങ് ആയിരുന്നില്ലേ പിതാവ്? പുതിയതായിട്ട് രൂപം കൊണ്ട ഒരു രൂപത, അതിനെ ഒരു അടിസ്ഥാനം പാകുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു ചലഞ്ചിങ് ആയിരുന്നില്ലേ? പറഞ്ഞ പോലെ അത് റിയലി ചലഞ്ചിങ് ആയിരുന്നു. ഞാൻ പോകുന്നത്
അധികം ഇൻഫ്രാസ്ട്രക്ചറൊന്നും ഇല്ലാത്തൊരു രൂപതയിലേക്കാണ്. കുറച്ച് വൈദികരുണ്ട്, പിന്നെ അധികം സാമ്പത്തിക ശേഷി ഇല്ല. അങ്ങനെ ആയിക്കൂടി ബുദ്ധിമുട്ട് പിടിച്ച ഒരു സ്ഥലത്തേക്ക്. പക്ഷെ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ തന്നെ ഇത് ബുദ്ധിമുട്ടായിരിക്കും, ക്ലേശമായിരിക്കും എന്നൊന്നും ഞാൻ ചിന്തിച്ചില്ല. കർത്താവേ, എന്തിനാ എനിക്ക് ഇത്രയും പാവപ്പെട്ട ഒരു രൂപത തന്നത് എന്നൊന്നും ഞാൻ ഓർത്തില്ല, ചിന്തിച്ചില്ല. മെത്രാനാക്കിയത് ദൈവമാണ്, എന്നെ മുന്നോട്ട് നയിക്കുന്ന ദൈവമായിരിക്കും. എന്നെ ഇന്നേ വരെ സംരക്ഷിച്ചു, ഇനിയും ദൈവം കർത്താവ് സംരക്ഷിക്കും എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. ആ ചിന്ത മനസ്സിൽ വെച്ചതുകൊണ്ട് ഞാനൊരു കുറച്ച് അവിടെ ഓരോ പ്രവർത്തനങ്ങൾ നടത്താൻ തുടങ്ങി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മെത്രാന്റെ ഭവനമൊന്നുമില്ല. ഞാൻ എൻ്റെ തുടങ്ങുന്ന ഒരു വാടക വീട്ടിലാണ്. ഒരു വാടക വീടെടുത്ത് അവിടെ ഞാൻ ബിഷപ്സ് ഹൗസ് ഏതാണ്ട് 2-3 കൊല്ലത്തോളം അവിടെയായിരുന്നു. അപ്പോൾ ആളുകളൊക്കെ എന്നെ കാണാൻ വരുമ്പോൾ ഇത് വാടകയ്ക്കെടുത്ത് ബിൽഡിംഗ് ആണെന്ന് അവർക്ക് അറിയാമായിരുന്നു. അപ്പോഴൊക്കെ ചിലരൊക്കെ ഇതാ ഈ പൈസ പിടിച്ചോ, ഇത് പിതാവ് പണിയാൻ പോകുന്ന കെട്ടിടത്തിൻ്റെ ആദ്യത്തെ കല്ലിന് വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെ കുറച്ച് പൈസയൊക്കെ എനിക്ക് തരുമായിരുന്നു, ചോദിക്കേണ്ട ആവശ്യമില്ല, അവരന്നൊക്കെ തരും. പിന്നെ ഞാൻ ഇങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് ബിഷപ്സ് ഹൗസ് പണിതു, കത്തീഡ്രൽ പണിതു, ഒരു കോളേജ് ഉണ്ടാക്കി, പിന്നെ ധാരാളം പള്ളികളുണ്ടാക്കി, അതുപോലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ പണിതു. അപ്പോൾ ആധ്യാത്മികമായും ഭൗതികമായിട്ടും വളർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്ന് സാമാന്യ തരക്കേടില്ലാത്ത ഒരു രൂപതയാക്കി കണ്ണൂരിനെ ഉയർത്താൻ എനിക്ക് സാധിച്ചു. അത് ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലായിട്ട് ഞാൻ കാണുകയാണ്. ഞാൻ പണം വേണമെന്ന് ചിന്തിച്ച സമയങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിൽ പണം വരുമായിരുന്നു. പിന്നെ എന്നെ സഹായിക്കാനായിട്ട് ദൈവം അയച്ച ഒരു മാലാഖ ഉണ്ടായിരുന്നു. ആ മാലാഖയുടെ പേര് സുക്കോളച്ചൻ എന്നാണ്. സുക്കോളച്ചൻ പരിയാരത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ സുക്കോളച്ചൻ ധാരാളം വീടുകൾ വെച്ചു കൊടുക്കുമായിരുന്നു. അദ്ദേഹം 10,000-ലധികം വീടുകൾ ആ നാട്ടിൽ പണിതു കൊടുക്കുകയുണ്ടായി. അതുപോലെ കുളം കുഴിക്കും, കിണർ ഉണ്ടാക്കും, അതുപോലെ പള്ളി ഉണ്ടാക്കും, ചെറിയ കപ്പയാളുകളൊക്കെ ഉണ്ടാക്കും. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛനൊരു പ്രത്യേക ഒരു ഊർജമായിരുന്നു. അച്ഛൻ എന്ത് ചെയ്തു, ഓരോ പദ്ധതികൾ അച്ഛൻ്റെ രാജ്യത്തിലേക്ക് ഇറ്റലിയിലേക്കൊക്കെ എഴുതാൻ തുടങ്ങി. ഈ എഴുതി അയക്കുന്ന സമയത്ത് എൻ്റെ ഒപ്പം കൂടെ വാങ്ങിക്കും. അപ്പം ഞാനതിന് അഫം ചെയ്തിട്ട് അല്ലെങ്കിൽ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 1-2 വാചകമൊക്കെ എഴുതി കൊടുക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പേപ്പറിൽ വേറെ എഴുതി കൊടുക്കും, അല്ലെങ്കിൽ അതിനകത്ത് തന്നെ എഴുതി കൊടുക്കും. അതിൻ്റെ ഫലമായിട്ട് ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, അച്ഛന് പണം കിട്ടുമായിരുന്നു. അങ്ങനെ അച്ഛൻ പല പള്ളികളും അവിടെ പണിയുന്നതിന് കാരണമായി. അപ്പൊ ഒരു അച്ഛൻ്റെ സഹായം എനിക്ക് ഒത്തിരി ഉണ്ടായി. അങ്ങനെ പള്ളി പണിയാനായിട്ട് അച്ഛൻ തന്നെ മുൻകൈ എടുക്കുമായിരുന്നു, അച്ഛൻ തന്നെ പഠിക്കുമായിരുന്നു. അപ്പൊ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ അവിടുത്തെ മനുഷ്യർ വളരെ, കണ്ണൂരിനെ കുറിച്ചൊക്കെ പറയുന്നത് ബോംബുകളുടെ നഗരം എന്നാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ. അതെ, പക്ഷെ നമുക്കൊന്നും ഒരിക്കലും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എല്ലാവരിൽ നിന്നും, ഏത് ജാതിക്കാരാവട്ടെ, ഏത് മതക്കാരാവട്ടെ, ഏത് പാർട്ടിക്കാരാവട്ടെ, എല്ലാവരും നമ്മളെ സഹായിക്കാനും നമ്മളോട് ബന്ധം പുലർത്താനും അവരൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അവർ ചിലപ്പോൾ ബിഷപ്പ് ഹൗസിൽ വരും. അത് കമ്മ്യൂണിസ്റ്റുകാരനായാലും വേണ്ടില്ല, കോൺഗ്രസ്സുകാരനായാലും വേണ്ടില്ല, BJP-കാരനായാലും വേണ്ടില്ല, RS-കാരനായാലും വേണ്ടില്ല, അവരൊക്കെ എൻ്റെ ബിഷപ്പ് ഹൗസിൽ വരുമായിരുന്നു. അവരൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധം പുലർത്താനായിട്ട് സാധിച്ചു. ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുകയാണെങ്കിൽ ദൈവാനുഗ്രഹം, ദൈവത്തിൻ്റെ കൃപ. ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ദൈവം എൻ്റെ ജനത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ദൈവം നമ്മോടുകൂടെ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലേക്ക് എനിക്ക് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ പറഞ്ഞില്ലേ, വിഷമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി സ്ട്രഗിൾ ഉണ്ടാവും, അല്ലേ? ഓരോന്നും നടത്താൻ വേണ്ടി സ്ട്രഗിൾ ഉണ്ടാവും. പക്ഷെ അതൊക്കെ പൂർത്തീകരിച്ച് നല്ല സന്തോഷത്തിലേക്ക്, ദൈവത്തിന് ഒരിക്കലും തെറ്റ് പറ്റുന്നില്ല എന്നുള്ള ആ ഒരു ആശയത്തിലേക്ക് എന്നെ കൊണ്ടുപോകാനായിട്ട് എപ്പോഴും ദൈവം എൻ്റെ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്. ജാതി മതഭേദമന്യേ
നമ്മളോട് സ്നേഹമാണ്. ചങ്ക് ഉരുകി കരളുരുകി പ്രാർത്ഥിച്ചതായിരിക്കും അന്ന്. മരണത്തിന് മുമ്പുള്ള പ്രാർത്ഥനയാണത്. നമ്മളിപ്പോൾ ഒരാളെ എപ്പോഴും ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർ നമുക്കൊന്നും തരില്ല.